ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. പൗരത്വത്തിന് അപേക്ഷ നൽകുന്നതിനുള്ള പ്രത്യേക പോർട്ടൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സജ്ജമാക്കി. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ മാർച്ച് ആദ്യം വരെ വിജ്ഞാപനം ചെയ്തേക്കും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ നടപ്പാക്കാനൊരുങ്ങുന്നതിന്റെ ആദ്യഘട്ട നടപടികൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, രണ്ടാം മോദി സർക്കാരിന്റെ ആദ്യ സമയത്ത് തന്നെയായിരുന്നു ഇത്തരത്തിൽ പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ പാസ്സാക്കുകയും അത് രാഷ്ട്രപതി ഒപ്പുവെച്ചുകൊണ്ട് രാജ്യത്ത് നിയമമാവുകയും ചെയ്തിട്ടുള്ളത്. രാജ്യത്ത് അത് നിയമമായി പ്രാബല്യത്തിൽ വന്നുവെങ്കിൽ പോലും അതിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കാത്തത് കൊണ്ട് ഈ പൗരത്വം നൽകുന്നതിനുള്ള നടപടികളിലേക്ക് ഇതുവരെ കടക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇതിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പൗരത്വം അപേക്ഷിക്കുന്നതിന് ഉള്ള പ്രത്യേക പോർട്ടൽ ഇതിനോടകം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ പോർട്ടൽ വഴിയായിരിക്കും, ഓൺലൈൻ പോർട്ടൽ വഴിയായിരിക്കും പൗരത്വത്തിനുള്ള അപേക്ഷ നൽകേണ്ടതും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതും ആ ഒരു പോർട്ടൽ വഴിയായിരിക്കും. അതിപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സജ്ജമാക്കിയിട്ടുണ്ട്. അടുത്ത മാസം, അതായത് മാർച്ച് ആദ്യ വാരത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതായത് അയൽ രാജ്യങ്ങളായിട്ടുള്ള ഭാരതത്തിന്റെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മതപരമായി വിവേചനം നേരിടുകയും അതിക്രമം നേരിടുകയും ചെയ്തുകൊണ്ട് ഭാരതത്തിലേക്ക് പലായനം ചെയ്തു വന്നിട്ടുള്ള ആളുകൾക്ക് പൗരത്വം നൽകുന്നതിനായിരുന്നു അത്തരത്തിലൊരു ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാവുന്നതാണ്, ആ ഒരു പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ മുസ്ലിം ജനതയുടെ പൗരത്വം നഷ്ടപ്പെടും എന്നുവരെയുള്ള പ്രതികരണങ്ങളും അത്തരത്തിലുള്ള പ്രചാരണങ്ങളും നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണങ്ങൾ രാജ്യത്തുടനീളം ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഭാഗമായെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ നടത്തിയിരുന്നു. അതിനെ വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് ഈ പൗരത്വ ഭേദഗതി നിയമം എന്താണ് എന്ന് എത്തിക്കുന്നതിനും ഒപ്പം ഈ നിയമം ഇപ്പോൾ ഭാരതത്തിലുടനീളം നടപ്പാക്കുന്നതിനുമുള്ള ക്രമീകരണങ്ങളാണ് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ളത്. ആഭ്യന്തര മന്ത്രാലയം ഈ പൗരത്വത്തിനായി അപേക്ഷിക്കുന്നതിനുള്ള ഭാരതത്തിലേക്ക് പലായനം ചെയ്തെത്തിയവർക്ക് ഈ പുതിയ നിയമ ഭേദഗതി പ്രകാരം അപേക്ഷിക്കുന്നതിനുള്ള പോർട്ടൽ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. പുതിയ നിയമത്തിന്റെ ചട്ടങ്ങൾ മാർച്ച് ആദ്യ വാരം തന്നെ വിജ്ഞാപനം ചെയ്യും എന്നുള്ളതുമാണ് മനസ്സിലാക്കുന്നത്.